എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് ഇത്തരമൊരു ഒരു രീതി രൂപം കൊണ്ടത് എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ അന്വേഷിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് തെറ്റിപ്പോവുകയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നതിന് ഞാൻ വളരെ കൃത്യമായിരിക്കുന്ന വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ബഹുദൂരം പുറകോട്ടേക്ക് പോയി. ആളുകളോട് ഏറ്റവും അമാന്യമായി പെരുമാറുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി തീർത്തു. പോലീസ് സംവിധാനത്തെ സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ച് നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ആരോഗ്യ മേഖലയിൽ സമ്പൂർണ്ണമായി നമ്മൾ പുറകോട്ടേക്ക് പോകുന്ന ചിത്രമുണ്ടായി. സർവത്ര അഴിമതിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അപ്പം ഇതൊക്കെ വരുന്നതിൻ്റെ പുറകിൽ വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും ഗംഭീരമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒന്ന് അതിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായിരിക്കുന്ന മൂല്യബോധമാണ്. ആ മൂല്യബോധത്തിന് ഇടിവ് തട്ടു എന്ന് മാത്രമല്ല, ആ മൂല്യബോധം സമ്പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട വർഷമായിരുന്നു 1964. 1957 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപായി തന്നെ കേരളത്തിന്റെ സമഗ്രമായ ഒരു വികസനത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയിട്ടുള്ള ആൾ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും പഴയ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന സഖാവ് സി അച്യുതമേനോനായിരുന്നു. അതാർക്കും നിഷേധിക്കാവുന്ന ഒരു വസ്തുതയല്ല, അതാണ് അതിന്റെ വസ്തുത. ഈ അച്യുതമേനോൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിനകത്ത് വളരെ പ്രധാനമായി പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു കാരണവശാലും പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിൽ പണം ചിലവഴിക്കാൻ പാടുള്ളതല്ല. പക്ഷെ 64 പിളർപ്പിന് ശേഷമാണ് കേരളത്തിൽ KSYF രൂപീകരിക്കപ്പെടുന്നതും കേരള സോഷ്യലിസ്റ്റ് ഡിവൈഫൈയുടെ പ്രാക്രൂപമായിരിക്കുന്ന സംസ്ഥാന കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ. ആ യൂത്ത് ഫെഡറേഷൻ രൂപീകരിച്ചതുപോലെ എന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തെ അനാവശ്യമായിരിക്കുന്ന സമരങ്ങളുടെ കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്ന വളരെ നിഗൂഢമായ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിരുന്നു. അതിന്റെ തൊട്ടു മുൻപായി 1964 സമുന്നതരായ സർവാദരണീയരായ CPI നേതാക്കന്മാര്, അതായത് MN ഗോവിന്ദൻ നായർ, TV തോമസ്, C അച്യുതമേനോൻ, ആലപ്പുഴയിൽ R സുഗതൻ സാർ, ഇങ്ങനെ ഉണ്ണിരാജ, വെളിയം ഭാർഗവൻ, ഇങ്ങനെ വരുന്ന വളരെ പ്രഗത്ഭരായിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ CPM-ന്റെ അകത്തുണ്ടായിരിക്കുന്ന ജാഥയിൽ ഉയർത്തിക്കുന്ന ആദ്യത്തെ മുദ്രാവാക്യം എന്താണെന്ന് പറഞ്ഞാൽ വെയ്യട വരതാ ചെങ്കൊടി താഴെ എന്തട വരതാ മൂവർണ്ണക്കൊടി എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രയോഗത്തോടുകൂടി എന്തായിത്തീർന്ന രാഷ്ട്രീയത്തിനകത്തെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ സ്ഥാനത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അമാന്യതയുടേതായിരിക്കുന്ന ഭാഷ പ്രയോഗിക്കുന്ന ഒരു രീതി ഇതിനകത്ത് രംഗത്ത് വരികയാണ്. ഈ ഭാഷ പ്രയോഗിക്കുന്ന രീതി വന്നതോടെ എന്തായിത്ത് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യമായി അതിനകത്ത് എംബഡീഡ് ആയിരിക്കുന്ന സംഭവം അഗ്രസീവായിരിക്കുന്ന നേച്ചറാണ്. ഈ അഗ്രസീവായ നേച്ചർ ഒന്നും അത് പിന്നീട് ഓരോ തവണയും അത് വളർന്ന് അതൊരു വിരാട് രൂപം പ്രാപിക്കുകയാണ് ചെയ്തത്. ഈ വിരാട് രൂപം പ്രാപിച്ചതിന്റെ ഏറ്റവും ഭീകരമായ ഒരു ചിത്രത്തിലേക്ക് വന്നിരിക്കുന്ന സംഭവമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി. നേരത്തെ പാർട്ടി സെക്രട്ടറി ആവുന്നതും അതിനുശേഷം അയാൾ ഇപ്പൊ ഈ മുഖ്യമന്ത്രിയാക്കി ഭരണം നടത്തുന്ന വിഷയത്തിനകത്ത് അത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ വെയ്യട വലതാ ചെങ്കൊടി താഴെ എന്തട വലതാ പൂർണ്ണക്കൊടി എന്ന് വിളിക്കുകയും വലതൻ വാലാട്ടി എന്ന് വിളിക്കുന്ന സംഭവം വരുമ്പോൾ നമ്മൾ സാധാരണ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരിക്കുന്ന സ്ഥാനം മുഴുവൻ ഒഴിവാക്കുകയാണ്. ഈ രാഷ്ട്രീയ സ്ഥാനം ഒഴിവാക്കിയതിന്റെ രാഷ്ട്രീയ ധാർമ്മികത ഒഴിവാക്കിയതിന്റെ ഫലമാണ് ഗവർണർക്കെതിരെ വിളിക്കുന്ന മുദ്രാവാക്യം മുഴുവൻ തന്നെ കേട്ടാൽ അറക്കാവുന്ന ഭാഷയിൽ വരുന്ന മുദ്രാവാക്യങ്ങളായി മാറുന്നു. ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നത് ആരാണ്? ശരിക്ക് MA പൊളിറ്റിക്സിന് പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് ഈ മുദ്രാവാക്യം എഴുതി വെക്കുന്നത്. അന്ന് അവകാശപ്പെടുന്നവരാണ്. അവർ ഏത് പരീക്ഷയാണ് പാസ്സായിട്ടെന്ന് നമുക്ക് അറിയില്ല, ഒരു പരീക്ഷ പാസ്സായിട്ടെന്നാണ് പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകൾ. അതെന്തോ ആവട്ടെ, ഇങ്ങനെ വരുന്ന മുദ്രാവാക്യങ്ങൾ എഴുതി ചേർക്കുന്നതോടെ എന്താ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ രംഗത്ത് മലീമസമായിരിക്കുന്ന ഭാഷയും മലീമസമായിരിക്കുന്ന സംസ്കാരവും ഉണ്ടാക്കിത്തീരുന്നു. ഈ സംസ്കാരം ഉണ്ടാക്കി തീർന്നെടുത്ത് തന്നെയാണ് CPI-യുടെ യുവജന വിഭാഗമായിരിക്കുന്ന വിദ്യാർത്ഥി വിഭാഗമായിരിക്കുന്ന ASF-ന്റെ വനിതാ സഖാവിനോട് ഈ പറയുന്ന SFI-യുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അയാൾ പറയുന്നതായി പത്രത്തിൽ വന്നത്, നിനക്ക് ഞാൻ തന്തയില്ലാത്ത കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിക്കേണ്ടി വരുമെന്ന്. നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇപ്പൊ തൊട്ട് മുൻപ് സംസാരിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന പൈതൃകത്തിന്റെ സംഭവം ഉണ്ടല്ലോ. ഈ നവോത്ഥാന പൈതൃകം എന്ന് പറയുന്നത് അത് ഭാഷാപരമായിട്ടുള്ള പുരോഗതിയുടെ പൈതൃകമാണത്, സാംസ്കാരിക ബോധത്തിന്റെ പൈതൃകമാണത്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു പൈതൃകത്തിന്റെ സ്ഥാനത്താണ് വിദ്യ അഭ്യസിക്കുന്നു എന്ന് പറയുന്ന കുട്ടികളെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ അറിവോടുകൂടി ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അധാർമികമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുടക്കുന്നു. ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കി വരുന്നതിന്റെ ദുരന്തം എന്താണ്? എല്ലാം എനിക്ക് വെട്ടിപ്പിടിക്കാൻ കഴിയാവുന്ന ഒരു അവസ്ഥയുടെ രൂപമാണ് എന്ന് തന്നെ നയിക്കുന്ന നേതാക്കന്മാരുടെ ജീവിത രീതിയിൽ നിന്നും ജീവിത പാഠങ്ങളിൽ നിന്നും ഈ കുട്ടികൾ പരിശീലിക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ പരിശീലിക്കുന്നതിന്റെ ഫലം എന്താണ്? എനിക്ക് അങ്ങനെ അയാളായി മാറണമെന്നുള്ളതാണ്. ഇതുപോലെ അധമ പ്രവൃത്തികൾ നടത്തി അധികാരം നടത്തി ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു നേതാവായി ഞാൻ എങ്ങനെ മാറണമെന്നുള്ളതാണ്. ഇവിടെയാണ് സാധാരണ പറയാനുള്ള സംഭവമാണ് ഹൂ ഈസ് ദ ലീഡർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ആരാണ് നേതാവ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ആദിമധ്യാന്തമായിട്ട് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ദ ലീഡർ ഓഫ് ദ മാസസ് എന്നാണ് അർത്ഥം. പാർട്ടി നേതാവ് ഒരിക്കലും എന്തല്ല, ജനങ്ങളുടെ നേതാവല്ല, ഒരിക്കലുമല്ല. അപ്പൊ ഈ ഇവിടെ വരുന്നത് പാർട്ടിയുടെ നേതാവായി മാറുകയാണിത്. ഈ പാർട്ടിയുടെ നേതാവായി മാറിക്കഴിഞ്ഞപ്പോൾ എന്തായി തീർന്നു? അതിന്റെ ഏറ്റവും വഷളായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ നവകേരള യാത്രയിൽ പിന്നെ സാധാരണക്കാരെ ചെറുപ്പക്കാരായ കുട്ടികളെയും പിന്നെ ചെറുപ്പക്കാരികളെയും അതിക്രൂരമായി മർദ്ദിച്ച് പിന്നെ ആശുപത്രിയിലും പിന്നെ അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ തന്നെ എന്ത് ഗുഡ് എൻട്രി കൊടുക്കുകയാണ്. ഈ ഗുഡ് എൻട്രി ഇയാൾ കൊടുക്കാൻ ഒരു പോലീസ് ഒരു ADGP എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ അതിനുള്ള ഒരു ശുപാർശ നൽകുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു വിഷയം എന്താണെന്നറിയോ? നാളെ ഏതെങ്കിലും ഒരു കാലത്ത് തനി ജനദ്രോഹിയായിരിക്കുന്ന ഒരാൾ ഇവിടെ അധികാരത്തിൽ എത്തപ്പെടുകയാണ് എന്ന് നമ്മളൊന്ന് ഭാവനയിൽ കാണുക. ആ ഭാവനയിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് തോന്നാവുന്ന മുഴുവൻ സംഭവത്തെയും അടിച്ചമർത്തനം നടത്തിയതിനു ശേഷം അയാൾക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് ഈ പറയുന്ന ഇതേപോലെ ഗുഡ് എൻട്രി കൊടുക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ്.